മലയാള ടെലിവിഷന്റെ വളർച്ചയോടൊപ്പം അദ്ദേഹം ഉണ്ടായിരുന്നു. അതിന്റെ കൃത്യമായ ഇടവേളകളിൽ നമ്മൾ പരിശോധിച്ചാൽ ഒരു പ്രോഗ്രാമുമായി അദ്ദേഹത്തിന്റെ സാന്നിധ്യം അവിടെ കാണാനാകും. മലയാള സിനിമയിലെ ഒരു സജീവ സാന്നിധ്യമാണ്. പല കാലഘട്ടങ്ങളിലുള്ള സിനിമകൾ പരിശോധിച്ചാലും അവിടെ ഈ നർമ്മം വിതറിക്കൊണ്ടും കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചുകൊണ്ടും അദ്ദേഹമുണ്ട്. വേദികളിൽ അദ്ദേഹം നിറഞ്ഞു നിൽക്കുന്നുണ്ട്. അങ്ങനെ ഇപ്പോൾ നമ്മൾ കലയെ ആസ്വദിക്കുന്ന സമസ്ത മേഖലകളിലും തൻ്റെതായ വ്യക്തിമുദ്ര പതിപ്പിച്ചുകൊണ്ട് മലയാളികൾക്ക് അന്നും ഇന്നും ഒരുപോലെ പ്രിയപ്പെട്ട ഒരു നടൻ, ഒരു വലിയ കലാ കുടുംബത്തിലെ അംഗം, ഹൃദയപൂർവ്വം ഫൺസ് അപ്പോൺ എ ടൈമിലേക്ക് ഞാൻ സ്വാഗതം ചെയ്യുന്നു. പ്രിയപ്പെട്ട കലാഭവൻ നവാസിക്ക. കലാഭവൻ എന്ന പേര് സ്വന്തം പേരിനോടൊപ്പം ആക്കുക എന്നത് ഒരു കാലഘട്ടം മുഴുവനുള്ള ഒരുപാട് മിമിക്രി കലാകാരന്മാരുടെ വലിയ സ്വപ്നമാണ്. അതിൽ രണ്ട് ബെനിഫിറ്റാണുള്ളത്. നമ്മൾ തുടക്കകാലത്ത് നമ്മളിത് ആലോചിക്കുന്നത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ അതൊരു ബ്രാൻഡാണ്, നമുക്ക് കുറേ പരിപാടികൾ കിട്ടും, ആ പേര് നമ്മളോടൊപ്പം വെക്കുന്നത് കൊണ്ട് നമുക്ക് കുറേ ഗുണങ്ങളുണ്ട് എന്നുള്ളതാണ്. എന്നാൽ വേറെ കുറേ കലാകാരന്മാർ ആ ഗുണങ്ങൾ അനുഭവിക്കുക മാത്രമല്ല, അവർ ആ പേരും സ്വന്തം പേരിനോടൊപ്പം വെച്ചുകൊണ്ട് ലോകം മുഴുവൻ യാത്ര ചെയ്യുകയും പരിപാടികൾ അവതരിപ്പിക്കുകയും ചെയ്തത് തിരിച്ച് കലാഭവൻ എന്ന ബ്രാൻഡിനെ വലുതാക്കുന്നതിൽ വലുതായി സഹായിച്ചിട്ടുണ്ട്. കലാഭവൻ മണിച്ചേട്ടൻ്റെ ഉദാഹരണമാണ്. കലാഭവൻ നവാസിക്കൊക്കെ ഒരുപാട് വേദികളിൽ പരിപാടികൾ അവതരിപ്പിക്കുക വഴി തിരിച്ചും വന്ന പ്രസ്ഥാനത്തിന് ഒരുപാട് ഉപകാരം ചെയ്തിട്ടുള്ള ഒരാളാണ്. നിത്യ യൗവനം. ഞാനിവിടെ വരാൻ കുറച്ച് വൈകിയല്ലേ? ഇവിടെ വരാൻ കുറച്ച് വൈകി. ഇവിടെ വരാൻ ഇത്തിരി വൈകി. എന്നാലും ഒരുപാട് സന്തോഷമുണ്ട്. എനിക്കവിടെ പുതിയൊരു കോൺസെപ്റ്റ് നമ്മൾ കൊണ്ടുവരുമ്പോഴേ അത് ആളുകൾ സ്വീകരിക്കുക, അല്ലെങ്കിൽ ആ പ്രോഗ്രാം വിജയിക്കുക എന്നൊക്കെ ഉള്ളത് ഈ കാലഘട്ടത്തിൽ ഒരു വലിയ സംഭവം തന്നെയാണ്. അതിന് പിഷാരടിയെ ഞാൻ ആത്മാർത്ഥമായി അഭിനന്ദിക്കുകയാണ്. അങ്ങനെ ഈ ധന്യമായ വേദിയിൽ വരാൻ എനിക്ക് കൂടി ഒരു അവസരം ഉണ്ടായിരുന്നു. എൻ്റെ പ്രിയ സഹോദരൻ കൂടിയാണ് കേട്ടോ. ഞങ്ങളൊരു സഹപ്രവർത്തകരായിട്ടോ അല്ലെങ്കിൽ ആർട്ടിസ്റ്റ് നിലയ്ക്കല്ല ഞങ്ങളുടെ ബന്ധം. അപ്പോൾ അതുപോലെ ഞാൻ സ്നേഹിക്കുന്ന ഒരാളാണ് പിഷാരടി. അതാണ് ഞാൻ വരാൻ വൈകിയെന്ന് ഞാൻ വരാൻ വൈകിയത്. നവാസിക്കാരന് നമ്മുടെ ചാനലിൽ തന്നെ വേറെ ഒരു പരിപാടിയിൽ എൻ്റെ അടുത്ത് പറഞ്ഞു അതുകൊണ്ടാണ്. പക്ഷെ അങ്ങനെ എഗ്രിമെന്റ് ചെയ്യേണ്ടായിരുന്നു എന്നായിരുന്നു എൻ്റെ അഭിപ്രായം. കേട്ടെ നവാസിക്ക പറയൂ. നവാസിക്കയുടെ ഞാൻ ഒരു വിഷയത്തിൽ നിന്ന് പറഞ്ഞപ്പോൾ നിങ്ങൾ പതുക്കെ അതിൽ നിന്ന് നൈസായിട്ട് നിത്യ യൗവനത്തെ കുറിച്ചാണ് ഞാൻ ചോദിക്കാൻ തുടങ്ങിയത്. നിത്യ യൗവനം ഞാൻ എന്ന് വെച്ചാൽ മാറുന്നില്ല. യൗവനം ഉണ്ട്, ഒരു കാഴ്ചയിൽ അതുണ്ടാവും. പക്ഷെ ഞാൻ ചുമക്കുന്നത് കാണാറില്ലല്ലോ. ഈ ചുമ പറഞ്ഞപ്പോ പറയട്ടെ, അറിയാതെ പറഞ്ഞാണെങ്കിലും ഈ നവാസിക്കയുടെ വാപ്പേനെ മിമിക്രിക്കാരെ അനുകരിക്കുമ്പോ ഏറ്റവും പാടുപെട്ടുകൊണ്ടിരുന്നത് ഈ ചുമക്കാനാ. ഡയലോഗ് വേണ്ടായിരുന്നു, വീടി വലിക്കുക ചുമക്കുക വീടി വലിക്കുക, അതായിരുന്നു അദ്ദേഹത്തിന്റെ. ഷിയാസ്കൊക്കെ പണ്ട് ഒരുപാട് ചെയ്തിട്ടുള്ള സംഭവം. ഞാന് വാപ്പയെ അനുകരിച്ച് കൊണ്ടിരിക്കുമ്പോൾ ബഹ്റൈനിലൊരു ഷോ അത് നടന്നുകൊണ്ടിരിക്കുന്ന സമയത്താണ് ഇവിടെ മരണം സംഭവിക്കുന്നത്. നിങ്ങൾ ബഹ്റിനിലായിരുന്നു ആ സമയത്ത് അല്ലേ? അപ്പൊ ഇരിക്കുമ്പോ അദ്ദേഹം എല്ലാവർക്കും അറിയാവുന്നതാണ്. അബൂബക്കർ വലിയ ഇവർക്കൊക്കെ വാത്സല്യത്തിലെ കുഞ്ഞമ്മാമൻ എന്ന് പറഞ്ഞാലേ അറിയുള്ളൂ. അതെ, ഒരു ആവശ്യം വന്നപ്പോ ഒരു സഞ്ചി നിറയെ പണവുമായിട്ട് വന്ന കുഞ്ഞമ്മാമൻ, മമ്മൂക്കയുടെ കുഞ്ഞമ്മാമൻ അബൂബക്കർ. അത് എല്ലാവർക്കും അറിയാം. എങ്കിലും നമ്മൾ പേര് തീരെ മെൻഷൻ ചെയ്ത പോകുന്നത് ശരിയല്ല. അദ്ദേഹത്തിന്റെ മക്കളാണ് നവാസക്കയും നിയാസക്കയും. അതില് ഞങ്ങൾക്കൊരു അനുജനുണ്ട് കേട്ടോ, നിസാം എന്ന് പറഞ്ഞ അനിയനും കൂടി ഉണ്ട്. പുള്ളി ഈ പരിപാടിക്ക് വരുന്നില്ലേ? പുള്ളി എഡിറ്റർ അതിന്റെ പുറകിലാ. എന്റെ പുറകിൽ നിൽക്കുകയാണ്, ഫ്രണ്ടിലില്ല. ഞാൻ അദ്ദേഹത്തെ പരിചയപ്പെട്ടിട്ടില്ല. ഇവരെ രണ്ടുപേരെയാണ് പരിചയപ്പെട്ടിരിക്കുന്നത്. വേദികൾ, ടെലിവിഷൻ, എവിടെയും ഈ ഇപ്പം കേശവമാമനൊക്കെ നമ്മുടെ പരിപാടിയിലൊക്കെ പാരഡി പാട്ട് പാടുമ്പം ടെലിവിഷനിൽ വന്ന് പാരഡി പാട്ടുകൾ മാത്രം പാടുന്ന ഒരു പരിപാടി അവതരിപ്പിച്ച് വലിയ വിജയമാക്കിയിട്ടുള്ള ഒരാളാണ് നവാസിക. അന്ന് അദ്ദേഹത്തിന്റെ ഈ ഒരു തേരോട്ടം പിടിച്ചു നിർത്താൻ പറ്റാതെ ഓപ്പോസിറ്റ് ചാനൽ 8 മണിക്ക് എങ്ങാണ്ട് സംപ്രേഷണം ചെയ്തുകൊണ്ടിരുന്ന ഒരു വലിയ സൂപ്പർ ഹിറ്റ് സീരിയൽ എടുത്ത് 6 മണിക്ക് ഇട്ടു. ഇതിനെ എങ്ങനെയെങ്കിലും പിടിക്കണമെന്നും പറഞ്ഞിട്ട് അത്രയും കോമ്പറ്റീഷൻ കൊടുത്തിട്ടുള്ള ഒരാളാണ് ഇരിക്കുന്നത് അല്ലേ?